നമസ്കാരം. അതിശക്തമായ ഭൂചലനമുണ്ടായ മ്യാൻമറിൽ നിന്നും കരളലിയിക്കുന്ന വാർത്തകളും നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളുമാണ് പുറത്തുവരുന്നത്. ഇന്നലെ ഉച്ചയോടെയാണ് 7.7 തീവ്രത കണക്കാക്കിയ ആദ്യ ഭൂചലനമുണ്ടാകുന്നത്. അതിനുശേഷം ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് 7-നടുത്ത് തീവ്രത കണക്കാക്കിയ മറ്റൊരു ഭൂചലനവും മ്യാൻമറിൽ ഉണ്ടായി. ആദ്യ റിപ്പോർട്ടുകളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ മനസ്സിലാക്കുന്നത് 100 കണക്കിന് ആളുകളാണ് ഈ ഭൂകമ്പത്തിൽ മരണമടഞ്ഞത് എന്നതാണ്. 150 മൃതദേഹങ്ങൾ അവിടെ നിന്നും അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും പുറത്തെടുത്തതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ 10 മടങ്ങ് ആളുകൾ ഇപ്പോഴും തകർന്നടിഞ്ഞ അവശിഷ്ടങ്ങൾക്കിടയിൽ, കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു. നിരവധി മൃതദേഹങ്ങൾ, മരണമടഞ്ഞവരുടെ 100 കണക്കിന് മൃതദേഹങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലുണ്ട്. പക്ഷേ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ആളുകളും ആ അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവനോടെ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. എന്നാൽ പല സ്ഥലങ്ങളിലേക്കും, തലസ്ഥാനമായ നെയ്പിഡോയിലാണ് ഏറ്റവും കൂടുതൽ ഭൂകമ്പം നാശം വിതച്ചത് എന്ന് പറയുമ്പോഴും പല പ്രദേശങ്ങളിലേക്കും രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ പോലും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കാരണം പാലങ്ങളും റോഡുകളും തകർന്നടിഞ്ഞിരിക്കുന്നു. പട്ടാള ഭരണത്തിൻ്റെ നിയന്ത്രണങ്ങൾ മൂലം രക്ഷാപ്രവർത്തനങ്ങൾ, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർക്ക് അവിടെ പ്രവർത്തിക്കാനും ആദ്യഘട്ടത്തിൽ ചില തടസ്സങ്ങളുണ്ടായി. എന്നാൽ ഇപ്പോൾ എല്ലാ നിയന്ത്രണങ്ങളും മാറ്റിയതായിട്ടാണ് പട്ടാള ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളോട് തങ്ങളെ സഹായിക്കാൻ ഭരണകൂടം അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതേ തുടർന്ന് വിവിധ രാജ്യങ്ങൾ രക്ഷാ ദൗത്യവുമായി മ്യാൻമറിലേക്ക് നീങ്ങിയിട്ടുണ്ട്. 15 ടൺ ഭക്ഷ്യവസ്തുക്കളും മറ്റുമായി ഇന്ത്യയിൽ നിന്നും വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഇന്നലെ മ്യാൻമറിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇനിയും കൂടുതൽ സഹായം എത്തിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്തു. രക്ഷാദൗത്യം തുടരുന്നതിനിടെ ഇന്നലെ രാത്രി വീണ്ടും തുടർ ചലനമുണ്ടായത് കൂടുതൽ ആശങ്ക പരത്താൻ ഇടയാക്കി. ഇന്നലെ രാത്രി 11:50 റിക്ടർ സ്കെയിലിൽ 4.2 രേഖപ്പെടുത്തിയ തുടർ ചലനമുണ്ടായത്. ഭൂകമ്പത്തിന്റെ ആ തീവ്രത നമ്മൾ മനസ്സിലാക്കുമ്പോൾ മ്യാൻമറിലാണ് ഭൂകമ്പമുണ്ടായത് എങ്കിലും തൊട്ടടുത്ത തായ്ലൻഡിലും അതിൻ്റെ ചലനങ്ങൾ ഉണ്ടായിരിക്കുന്നു. ശക്തമായ ചലനം തന്നെയാണ് തായ്ലൻഡിലും രേഖപ്പെടുത്തിയത്. എന്നാൽ മ്യാൻമറിൽ ഉണ്ടായ അത്രയും നാശനഷ്ടം ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല. 15 പേരുടെ മരണമാണ് തായ്ലൻഡിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു കെട്ടിടത്തിനുള്ളിൽ, ഒരു ബഹുനില കെട്ടിടം തകർന്നു വീണിട്ട് അതിനകത്ത് 80ഓളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് തായ്ലൻഡിൽ നിന്നുള്ള റിപ്പോർട്ട്. അത് മാത്രമാണ് പ്രധാനമായും അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം. മറ്റ് കാര്യമായ നാശനഷ്ടങ്ങൾ തായ്ലൻഡിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത്. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന ഏറ്റവും അടുത്ത അയൽ രാജ്യം കൂടിയാണ് മ്യാൻമറുണ്ടായ ആ ഒരു ഭൂകമ്പത്തിന്റെ പ്രകമ്പനം ഇന്ത്യയിലുമുണ്ടായി. ഡൽഹിയിലും കൊൽക്കത്തയിലും ഇംഫാലിലും ചലനങ്ങൾ, ചെറിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടായതായി ഇന്നലെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 5.5 കോടിയോളം വരുന്ന ജനങ്ങളാണ് മ്യാൻമറിൽ അധിവസിക്കുന്നത്. ഈ ജനതയ്ക്കുണ്ടായ ഈ വലിയ ദുരന്തത്തിൽ ആ ദുരന്തത്തിൽ നിന്നും അവരെ കൈപിടിച്ച് ഉയർത്താൻ ലോകരാഷ്ട്രങ്ങളോടൊപ്പം ലോക ജനതയുടെ ധാർമ്മികവും മാനസികവുമായ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകണം.